തിരിച്ചടിയാണ്. അതായത് ഈ ഒഴുക്കിനിടയിൽ, അതായത് ഞാൻ അല്പസമയം മുമ്പ് ചോദിച്ചിരുന്നു വൻമരങ്ങൾ ഏതെങ്കിലും വീണിട്ടുണ്ടോ കോൺഗ്രസിലെന്ന്. ഇതാ ഒരു വൻമരം, അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരാൾ തന്നെയാണ് ശിവകുമാർ. മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്, അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവാണ്. ഇത്തരത്തിലൊരു വലിയ കാറ്റ് UDF-ന് അനുകൂലമാവുകയും അത്രമേൽ പ്രമുഖരല്ലാത്തവർ പോലും വിജയിച്ചു കയറുകയും ചെയ്യുമ്പോൾ അവിടെ ഇതാ VS ശിവകുമാറിന് തോൽവി മടക്കുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത്. 29,932 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. വൻ പരാജയത്തിലേക്ക് കെ സുരേന്ദ്രൻ പോവുകയാണ്. BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്ന A ക്ലാസ് മണ്ഡലത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ തോൽക്കുന്നത് 30,000-നടുത്ത് വോട്ടുകൾ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ സ്ഥാനാർത്ഥിയെ കിട്ടിയ വോട്ടിന്റെ കണക്കെടുത്ത അത്ഭുതമാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ SDPI സ്ഥാനാർത്ഥി അടക്കം മത്സരിപ്പിച്ചിരുന്നു, അത് പിന്നീട് പിൻവാങ്ങുന്ന SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറിയേക്കുമെന്നൊക്കെയായിരുന്നു. മകൻ അബു ജോസഫിന്റെ ഭൂരിപക്ഷം 35,000-ന് മുകളിലാണ്. തൊടുപുഴയിൽ അബു ജോസഫിന്റെ ഭൂരിപക്ഷം, അച്ഛനെയൊക്കെ കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം 35,000-ന് മുകളിൽ അബു ജോസഫ് ഭൂരിപക്ഷം നേടുന്നു. അവിടെ ഇടുക്കി തൂത്തുവാരി എടുത്തിരിക്കുകയാണ് UDF എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അവിടെ മന്ത്രി റോഷി അഗസ്റ്റൊക്കെ പരാജയപ്പെടുന്നത് 18,000-19,000 വോട്ടുകൾക്കാണ്. എന്തൊരു മാറ്റമാണ് കേരളത്തിൽ, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. IT മേഖലയിൽ നിന്ന് തിരിച്ചു വന്ന് സജീവ രാഷ്ട്രീയത്തിൽ മുന്നേറ്റം നടത്തുകയാണ് അബു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ അവിടെ വിമർശനം ഉണ്ടാകാം, പക്ഷേ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എപ്പോഴും അതങ്ങനെയാണല്ലോ. ഗണേഷ് കുമാറിനെ എടുത്താൽ ബാലകൃഷ്ണ പിള്ളയുടെ മകനാണ്, അനൂപ് ജേക്കബിനെ എടുത്താൽ TN ജേക്കബിന്റെ മകനാണ്, KM മാണിയുടെ മകനായി ജോസ് കെ മാണി വന്നു, അപ്പോൾ അബുവും വരുന്നു. PJ ജോസഫ് ജനങ്ങളെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് അങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ അല്ല, അതെ, അതാണല്ലോ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ആ കാരണങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല, വിശദമായി പരിശോധിച്ചതിന് ശേഷം. രാജീവ് very strong anti-incumbency against the CPM. These elections were more about throwing out the CPM, and we have put forth a very comprehensive vision of our Prime Minister of development and opportunity for all Malayalis, and we are happy that today